ഇലഞ്ഞി വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ജോർഖാന ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ അധ്യക്ഷനായ ചടങ്ങിൽ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ രാജു കുര്യൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഡോക്ടർ ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ, PRO ഷാജി ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. ഇങ്ങനെ ഓരോ പരിപാടികളും നിങ്ങൾ കോളേജിൽ നടത്തുക എന്നുള്ള ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ ഫുഡ് ഫെസ്റ്റിവല് ഇതൊക്കെ നടത്തുന്നതിന്റെ പിന്നിലെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളില് സ്വാഭാവികമായി ഉണ്ടാകേണ്ട അഭിരുചികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ഉദ്ദേശം. എന്ത് കാര്യമാണെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യത്തിന്റെ ഉദ്ദേശം നിങ്ങൾ അടിസ്ഥാനപരമായി ആ ഒരു തൊഴില് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള അറിവ് നിങ്ങളുള്ളവരാക്കുക. ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്നത്തെ കുട്ടികൾ എത്രമാത്രം വീട്ടിലെ കിച്ചണുകളിൽ കയറി ആഹാരം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും സംശയമാണ്. നമ്മൾ ആരും ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരും ഉണ്ടാക്കുന്നില്ല ബഹുഭൂരിപക്ഷം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അറിവ്. എന്നാൽ നമ്മളിന്ന് ജീവിക്കുന്ന സോഷ്യൽ മീഡിയ യുഗത്തില് നിങ്ങള് സമയമുള്ളപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികള് ആഹാരത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയെ പറ്റി നിങ്ങൾ പഠിച്ചു പോകണം. അത് KG സെക്ഷൻ അല്ലെങ്കിൽ സ്കൂൾ ലെവല് തൊട്ട് ഏറ്റവും താഴെയുള്ള സ്കൂളുകളിൽ തൊട്ട് അത് ഏറ്റവും നല്ലത് കാണുവാൻ പറ്റുന്ന ചിലപ്പോൾ ചൈനീസ് കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുപഠിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസ ക്രമവും ജീവിതക്രമവുമാണ് ചൈനക്കാരുടെ. അവര് ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ വിധമായ അറിവുകളും കൊടുത്താണ് അവർ വളർത്തുന്നത്. സ്വന്തമായിട്ട് പാത്രം കഴുകാനും ആഹാരം കഴിക്കാനും ഉൾപ്പെടെ നമ്മുടെ മാതാപിതാക്കള് പിള്ളേരുടെ കുറെ ആഹാരവുമായിട്ട് ഓടി നടക്കുന്ന ഒരു കാഴ്ച എനിക്ക് തോന്നുന്നു ലോകത്തുള്ള ഒരു സമൂഹത്തിലും കാണാൻ പറ്റത്തില്ല. അത്രമാത്രം ഇമ്മച്ചുറായിട്ടാണ് നമ്മൾ പിള്ളേർക്ക് ആഹാരം കൊടുക്കുന്നത്. അത് വലിയൊരു ടീഡിയസ് ജോബാണ്. ശരിക്കും അങ്ങനെയല്ല കൊടുക്കേണ്ടത്. ആഹാരം ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും പേരന്റിങ്ങും മറ്റുള്ള ആക്ടിവിറ്റീസും ഒക്കെ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പഠിച്ചു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രായോഗിക ജീവിതത്തിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ സ്കൂളുകൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സ്കൂളുകളിൽ തന്നെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കെടുത്ത് കാണും. ഇതിനൊക്കെ ഉദ്ദേശം നമ്മളിൽ നല്ല പ്രാക്ടീസുകൾ ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ സ്വർഗവും നരകവും ഒക്കെ ആക്കി മാറ്റുമ്പോൾ നല്ല ആഹാരം കഴിക്കുന്നത് പോലും വലിയ സന്തോഷകരമായ സ്വർഗതുല്യമായ കാര്യമാണ്. അത് ക്വാളിറ്റിയില് ക്വാളിറ്റിയുള്ള ഫുഡ് വൃത്തിയുള്ള അന്തരീക്ഷത്തില് കഴിക്കുന്നതിനാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത യൂണിയനോടും അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ സ്റ്റാഫിനും പ്രിൻസിപ്പലിനും എല്ലാവർക്കും എല്ലാവിധമായ ഭാവവും. തിരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ വളരെ ഗംഭീരമായ രീതിയിൽ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് യൂണിയൻ മാതൃകയായി തന്നെ പ്രവർത്തിച്ചു. അത് പ്രത്യേകം ചെയർമാൻ അഭിനന്ദനമുണ്ട്, വൈസ് ചെയർപേഴ്സണും അഭിനന്ദനമുണ്ട്. എല്ലാ മെമ്പർമാരും വളരെ സ്റ്റാൻഡേർഡായിട്ട് അവര് പ്രവർത്തിച്ചു. ഈ ഫുഡ് ഫെസ്റ്റിവല് പ്രിവ്യ എന്ന് പറയുന്ന നിങ്ങളുടെ അസോസിയേഷൻ നടത്തുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. 2 വർഷം മുൻപ് ഇതുപോലെ തന്നെ മനോഹരമായിട്ടൊരു പ്രോഗ്രാം ഇവിടെ നടത്തിയിരുന്നു. അതിനേക്കാളും വളരെ മനോഹരമായിട്ട് ഒരുപാട് വിവിധങ്ങളായ സ്നാക്സും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും സ്വന്തമായി ഉണ്ടാക്കി ഇവിടെ ഇന്ന് നിങ്ങള് ഷോ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ ഇത് വന്ന് വാങ്ങുകയും കഴിക്കുകയൊക്കെ ചെയ്തു ബ്രേക്ക് ടൈമില്. ഇത് വളരെ നന്നായിട്ട് നടക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ വീട്ടിൽ തയ്യാറാക്കി കൊണ്ടുവന്ന വിവിധ ഭക്ഷണ സാധനങ്ങൾ 10 സ്റ്റാളുകളിലായി സജ്ജീകരിച്ച് വ്യത്യസ്ത ഭക്ഷണ സാധനങ്ങൾ ചേർത്ത് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ കൂട്ടുവിഭവങ്ങൾ, പായസങ്ങൾ, സലാഡുകൾ, വിവിധതരം ഡ്രിങ്കുകൾ, പഴംപൊരി, ബീഫ്, സിംഗപ്പൂർ ഷാമ്പെയിൻ, പാനിപൂരി, മോമോസ് എന്നിവ ഫെസ്റ്റിൽ ശ്രദ്ധേയമായി. കോളേജ് യൂണിയൻ ചെയർമാൻ അതുൽ അനിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി അജയ് NS നന്ദിയും രേഖപ്പെടുത്തി. ആർട്സ് ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഫെസ്റ്റിൽ പങ്കെടുത്തു. യൂണിസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി സീനിയർ എഞ്ചിനീയർ ശ്രീ ബിനു പിള്ള, ജനറൽ മാനേജർ ഗ്രിഗറി കോട്ടശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു.